തൊഴിലുറപ്പ് ഈസ് ഈക്വൽ ടു തെറാപ്പി. അതായത് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ, അതായത് വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി, റെൻ്റൽസ്, ബിസിനസ് തുടങ്ങിയ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഫാമിലി, അല്ലെങ്കിൽ നല്ല പ്രായമുള്ള സ്ത്രീകൾ, ഇവർക്ക് ഈ തൊഴിലുറപ്പിന് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ആർത്തിയാണിത്, ഇവരെന്തിനാണ് ഇപ്പോൾ തൊഴിലുറപ്പിന് വന്നത്, ഇവർക്ക് ഇത്രയും സ്റ്റേബിൾ അല്ലേ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സത്യകഥ ഇത് ഈ പലരും ഇതിനെ നോക്കിക്കാണുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം പോലെയാണ്. അതായത് വീട്ടിനകത്ത് ആയിപ്പോയ, അതായത് രാവിലെ തൊട്ട് അവിടുത്തെ ജോലികൾ ചെയ്യുന്നു, അത് തീർക്കുന്നു, അതിനകത്ത് തന്നെ ആയിപ്പോയ പലർക്കും പുറത്തുനിന്ന് പോകാനും അവരുടെ ഫ്രണ്ട്സിനെ കാണാനും ഇൻട്രാക്ഷൻ ചെയ്യാനും നാട്ടിലെ കഥകൾ പറയാനും ഇതൊക്കെ പറയാനുള്ള ഒരു ഇതായിട്ട് ഇത് മാറുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ തൊഴിലുറപ്പിനെ ഇപ്പോൾ കാണുന്നത്. പിന്നെ പല ആൾക്കാരും ഇങ്ങനെ ഇന്നും കളിയാക്കുന്നുണ്ട്, ഈ തൊഴിലുറപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവർ പണിയെടുക്കുന്ന തൊഴിലിരിപ്പാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക്, ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ ഞാൻ പറയുന്നു, അതായത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്, ചെയ്യുന്ന വർക്കിന് ഇത്ര ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് അസസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അതിന് ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നൊരു പ്രോഗ്രാമാണ്. ഇനിയും ആ ഒരു പ്രോഗ്രാമിനെ കുറ്റപ്പെടുത്തരുത്. ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ വലിയ രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഇത് പറയണമെന്ന് തോന്നി. പിന്നെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, ഞാൻ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ബൈ.